ഹായ് ഗൈസ്, എന്നെ നല്ലോണം കാണാവോന്ന് എനിക്കറിയില്ല. കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടാൻ തോന്നുന്നു ഗൈസ്. ഇത്ര വേണ്ട, കണ്ണടിച്ചു വന്നു. ഓക്കെ, നമ്മുടെ പുതിയ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ് ഇത്. ഈ ഒരു ചാനൽ ഹൈ സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മുടെ കോമഡിയും കാര്യങ്ങളായിട്ട് വേണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം ഗൈസ്, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് മനസ്സിലായി എന്റെ ഓൺലി ട്രൂ ഫാൻസ് മാത്രമേ ഇപ്പൊ ഇതിലുള്ളൂ, കാരണം അവർ മാത്രമേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പോലും ഒരു 1000 സംതിങ് അങ്ങനെ മാത്രമേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം 1000 സംതിങ് ആൾക്കാരെങ്കിലും എന്റെ ട്രൂ ഫാൻസ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇതിലും കൂടി വന്നെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് സീരിയസ്. സോ ഇന്ന് കുറച്ച് ആൾക്കാരുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. എന്റെ ദിവസത്തിൽ ഒരു തേങ്ങയുമില്ല. ഞാൻ എന്ത് തേങ്ങ നിങ്ങൾക്ക് പറിച്ച് കാണിച്ചു തരണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കുറച്ച് എന്തൊക്കെയൊക്കെയോ ആക്കിയിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ ഞാൻ ചെയ്യുന്നത്. അതിൽ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല. നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ. ഞാനൊന്നും ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്നില്ല ഗൈസ്. കൂടുതലും ഞാൻ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് തന്നെയായിരിക്കും ഉണ്ടാവാൻ കഴിയും. എന്തായാലും ഗൈസ്, നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഗൈസ് ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യം ഞാൻ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഇതേപോലെ ഫോണെല്ലാം നോക്കി സമയമായോ നോക്കിയിട്ട് ഒന്ന് ഞെളിഞ്ഞ് ഉരുണ്ട് ഒന്നും കൂടി ഒന്ന് പെരങ്ങി 2 വഴിയൊക്കെ വിട്ടിട്ട് കട്ടുമ്പോൾ ഒന്ന് എണീക്കും. എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മറ്റേ കിളി പോയ പോലെ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കും. ഈ ഇരുത്തം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കണ്ടേ ഞാൻ മറ്റേ ഇന്നെന്തോ ലോകം മറിച്ചിടാൻ പോകാനുള്ള പ്ലാനിലാണ് ഉള്ളത്. ഇന്ന് കക്കൂസി പോകണ്ടെന്നുള്ള സംശയത്തിന്റെ പേരിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഞാൻ ആ തീരുമാനത്തിലെത്തി. ഇന്ന് കക്കൂസി പോകുന്നില്ല. ക്യാമറന്റെ മുമ്പിൽ കുറച്ച് മോന്ത വെച്ചു കൊടുക്കാം. ഗൈസ് കാണാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങാൻ കിടന്നേരം മുതലേ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് രാവിലെ ഞാൻ അറിയാത്ത പോലെ എണീക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം എണീച്ചിട്ട് ഞാൻ ക്യാമറ വെച്ചിട്ട് പിന്നെ എണീക്കുന്ന പോലെ അഭിനയിച്ചതാണ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യാൻ. എന്റെ റൂമിൽ ബാത്റൂം ഇല്ലാത്തതാണ് ഗൈസ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഈ സ്റ്റെപ്പെല്ലാം കീഞ്ഞ് മൂക്കെല്ലാം ചോറിന് നേരെ താഴത്തെ റൂമിലുള്ള ബാത്റൂമിൽ പോയിട്ട് വേണം പല്ലെല്ലാം തേക്കാൻ. പണ്ടാരോ ഇതാണ് ഏറ്റവും വലിയ അടങ്ങാറ്. ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണോ എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ഐഡിയ ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗൈസ് ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഇനി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ പല്ലിയപ്പാണ് ഗൈസ്. എന്റെ ബ്രഷും ബേസെല്ലാം കൊണ്ട് ടാരലെല്ലാം അടിയിലെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഗൈസ് ആലം തപ്പി എടുക്കുന്നതാണ്. ഇങ്ങനെ കാഴ്ചയൊന്നും കാണാറില്ല സാധാരണ. അങ്ങനെ വിശാലമായ പുറത്തേക്ക് നോക്കി ഞാൻ ഇങ്ങനെ പല്ല് തേച്ചോണ്ടിരിക്കുവാണ്. ആദ്യമെല്ലാം ജിമ്മിന് പോയിട്ട് നല്ല പമ്പായിട്ടുണ്ട്. ഇപ്പൊ കാറ്റ് കഴിഞ്ഞ ബലൂണ് പോലെ ഭാരതമെന്നാൽ മാരിൻ ആ ട്രൈസ് 2 സ്റ്റെപ്പ് അങ്ങനെ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് മുഖമെല്ലാം കഴുകി പിന്നെ ഒരു ഫേസ് വാഷ് അങ്ങ് എടുക്കും. ഇത് ഏത് ഫേസ് വാഷ് ഒന്നും എന്നോട് ചോദിക്കരുത്. കുരു പോകും ഇട്ട് കഴിഞ്ഞാൽ കുരു പോകുന്നാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് മോന്തെല്ലാം തോത്തിട്ട് ഞാൻ പിന്നെ വെറും വാറ്റി ഇതേപോലെ പച്ചവെള്ളം കുടിക്കും. ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല. പിന്നെ ഞാൻ ഇതേപോലെ പുഷപ്പ് അടിക്കും. 12ന്റെ 3 സെറ്റ് വെച്ചിട്ടാണ് ഞാൻ പുഷപ്പ് അടിക്കാറുള്ളത്. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ജിമ്മിന് പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ സ്ട്രെങ്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ചായ ഒന്നും കുടിക്കാറില്ല എന്ന് പറയില്ല. അതുകൊണ്ട് നേരെ കിച്ചണിൽ പോയിട്ട് എന്താ ഉള്ളത് നോക്കിയിട്ട് അതങ്ങ് എടുത്തങ്ങ് തിന്നു. ഇപ്പൊ ചപ്പാത്തി മുട്ടക്കറിയാണ് ഉള്ളത് വെച്ച് ഓണം എന്ന് പറഞ്ഞ പോലെ അതും എടുത്തിട്ട് ഞാൻ നേരെ പോവാണ് ഗൈസ്. ഞാൻ ഒരു കാര്യം പറയാം ആദ്യം തന്നെ. എന്റെ ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ തിന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ തിന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഞാൻ തിന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ തിന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ തിന്നു. ഈ സംഭവം ഉണ്ടാവില്ല എന്റെ വയറ്റിൽ. മറ്റേ എല്ലാരെയും പോലെ തന്നെ ആ മുതലില്ല. ഞാൻ ജീവിക്കാൻ വേണ്ടിട്ട് തിന്നാൻ വേണ്ടിട്ട് ഞാൻ ജീവിക്കാറില്ല. അങ്ങനെ അത് ഞാൻ ആസ്വദിച്ച് തിന്നുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ആസ്വദിച്ച് തിന്നുന്നതിന്റെ ഇടക്കാണ് ഗൈസ് എനിക്ക് ആ സാധനം കിട്ടിയത്. മുടി. ഈ പൊരക്ക് പിന്നെ കുറെ ആൾക്കാരുള്ളത് കൊണ്ട് ഇത് ആരെ മുടിയാന്ന് ഇപ്പം കണ്ടുപിടിക്കാനൊന്നും പറ്റത്തില്ല. വല്ല DNA ടെസ്റ്റ് ആയിട്ടും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അത് ആ സൈഡിലും വെച്ച് ഞാൻ പിന്നെ അത് ആസ്വദിച്ച് തിന്നാൻ തുടങ്ങി. അതിന്റെ ഇടയ്ക്ക് എന്റെ ഉമ്മ വന്നിട്ട് എന്തല്ലോ പരിപ്പ് കുറച്ചെല്ലാം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ ഉമ്മാക്കറിയില്ല ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കാന്ന്. അതിന്റെ ഇടയ്ക്ക് ചിക്കൻ വായിക്കണം എന്നിട്ട് വന്നതാ. ഞാൻ ഫോൺ അങ്ങ് തിരിച്ചു കൊടുത്തു. ഇവിടെ പിന്നെ ക്യാമറ കണ്ട എല്ലാവർക്കും അലർജിയാണ്. എണീച്ചോടും കണ്ടം പോയി. ഫുൾ വ്ലോഗ് രാവിലെ തന്നെ ഒരു പണി കൊടുത്തപ്പോ എന്തോ മനസ്സുഖം. എന്തായാലും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാൻ പോകുന്നില്ല. ഞാൻ ചുമ്മാ പഠിപ്പിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് കഴിഞ്ഞ പാടും കാര്യം സിക്കാക്കന്റെ വൈഫും വന്നു. ഓളെ ഞാൻ ക്യാമറയിൽ അങ്ങ് പിടിപ്പിച്ചു. ഓളും ക്യാമറ കണ്ടാണ് തന്നെ എണീച്ച് ഓടി. ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാവർക്കും ക്യാമറ ഭയങ്കര അലർജിയാണ്. ഇത് മോഡല് സ്റ്റിക്കർ വെക്കല് വന്നിട്ട് അതാ മോഡലിന്റെ വലിയ തിരിച്ചിട്ട്
എന്തായാലും രാവിലെ കിട്ടാതെ കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ വയറ് നിറഞ്ഞ ഇതും കൂടി ആയപ്പോൾ നല്ലോണം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം എടുത്ത് നേരെ എൻ്റെ പുറത്തെ ബാൽക്കണി പോയിട്ടിരിക്കും. ഇവിടെ അത്യാവശ്യം കാണാൻ ഒന്നും ഇല്ല, കാണാനൊന്നുമില്ല, എന്നാലും കുറച്ച് കാറ്റ് കൊള്ളാന്നുള്ള രീതി പുറത്ത് വന്നിരിക്കുകയാണ്. ഈ ചൂടുവെള്ളം ഇത്ര ആസ്വദിച്ച് കുടിക്കുന്ന ഏതെങ്കിലും മൊയന്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ മൊയന്താണ് ഇവിടെ ഇരുന്നിട്ട് ഇപ്പോൾ ഈ ചൂടുവെള്ളം ആസ്വദിച്ച് കുടിക്കുന്നത്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഞാൻ ഇങ്ങനെ തരിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ തരിച്ചിരിപ്പുണ്ടോ ഗൈസ്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ തരിച്ചിരിക്കും കുറേ സമയം. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താ ആലോചിക്കുന്നതെന്നൊന്നും അറിയില്ല, എന്തെല്ലാം ആലോചിക്കുന്നുണ്ട്. ആ ആലോചന മൂത്ത് തലക്കിരിയതാണ് ഗൈസ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഭ്രാന്താണോ വേറെന്താണോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എന്താണെങ്കിലും അത് നോക്കിയിട്ട് പറയാം. ഇത് ഭ്രാന്താണ് ഗൈസ്, ഇത് ഭ്രാന്താണ്. ഇത് ഇടക്കിടക്ക് വരും ഇങ്ങനെ. കാര്യാക്കണ്ട, നിങ്ങൾ കാര്യാക്കണ്ട, അത് ശരിയാവും. പിന്നെ ഉറങ്ങിയടിച്ചാൽ പിന്നെ ബെഡിൽ ഇതേപോലെ കൊരണ്ട് കിടക്കും. പിന്നെ അതെല്ലാം മുട്ടിപ്പിരിക്കാന്നുള്ള രീതിയിലായി. എനിക്ക് ഈ ബെഡൊക്കെ ഇങ്ങനെ മുട്ടിപ്പിരിച്ച് നല്ല ക്ലീൻ ആക്കി നീറ്റാക്കി വടി പോലെ വിരിച്ചിട്ട പോലെ ഇട്ടിക്കില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. ഞാൻ ഈ കാര്യത്തിൽ പ്രശ്നേഷിനെക്കാട്ടും വലിയ പ്രശ്നേഷാണ്. കടക്കെല്ലാം മുട്ടിപ്പിരിച്ച് പുതപ്പ് ഞാൻ റൂമൊന്നും മുട്ടാറില്ല. കാരണം മുട്ടിക്കഴിഞ്ഞാൽ ആ പൊടിയും കൂടി പിന്നെ റൂമിലേക്കാവും. അതുകൊണ്ട് ആ പുതപ്പൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്ക് വന്ന് പുറത്തുനിന്ന് നല്ലോണം മുട്ടി മോത്ത എന്തെല്ലാം ആക്കി മോത്ത മാടി പിടിച്ച് അത് വടിയാക്കി ഒടിച്ചെടുത്ത് തിരിച്ച് റൂമിൽ കൊണ്ടുപോയി ആ ഒരു മൂലക്ക് കൊണ്ടുപോയി വെച്ച് ഇപ്പൊ എന്താ നീറ്റാ എന്റെ കട്ടിൽ കാണാൻ. ഒന്നും കൂടി കിടന്നുറങ്ങിയാലോ എന്ന് തോന്നുന്നു, അത്രക്കും വൃത്തിയായി. അങ്ങനെ പിന്നെ ഞാൻ റൂം അടിച്ചു വരാൻ തുടങ്ങി. ഞാൻ മറ്റേ ചൂലും മാച്ചിലൊന്നും എടുത്ത് അടിച്ചു വരാൻ തന്നെ കൊണ്ടുപോയില്ല. വർക്ക് സ്മാർട്ടാ, ഒരിക്കലും ഹാർഡ് വർക്ക് ചെയ്യാൻ പാടില്ല, അതാണ് എന്റെ പോളിസി. കണ്ടില്ലേ, ഇത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയാൽ മാത്രം മതി, പൊടിയെല്ലാം അങ്ങ് തീർന്നോളൂ. അതിന്റെ ഇടയ്ക്ക് ഈ അണ്ടി KCB ചതിച്ച് ഗൈസ്, കറണ്ട് പോയി. സാരമില്ല, നമ്മൾ ഏകദേശം അത് തീരാനായ സമയത്തായിരുന്നു കറണ്ട് പോയത്. എല്ലാം എന്റെ വായിൽ നിന്ന് മുല്ലപ്പൂ വരുമായിരുന്നു. ഇതാണ് ഗൈസ് എന്റെ അടുത്ത മിനി വാക്യൂം ക്ലീനർ. ഇത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളത്. എൻ്റെ റൂമിൽ ഒരുപാട് പൊടി ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ ഫാൻ ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പൊടി ഉണ്ടാവും ഡെയിലി. ഞാൻ ഡെയിലി ഇതേപോലെ എപ്പോഴും ക്ലീൻ ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ പുതിയതുപോലെ എപ്പോഴും കാണുന്നത് ഭയങ്കര പൂതിയാണ്. ഞാൻ പ്രശ്നേഷനെക്കാട്ടും വലിയ പ്രശ്നേഷാണ് ഈ ഒരു കാര്യത്തിൽ. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എനിക്ക് ഈ ഹൈജീനിക്കിന്റെ പ്രശ്നവും തേങ്ങയൊന്നും ഇല്ല. പിന്നെ എനിക്ക് എൻ്റെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ പൊടി പിടിക്കാണ്ട് എപ്പോഴും നീറ്റായിട്ട് ഇങ്ങനെ തിളങ്ങി പുതിയതുപോലെ തന്നെ ഉണ്ടാണെന്നുള്ള ഒരു വാശിയുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന്റെ ബാറ്ററി കുത്തിവെച്ചതാണ് കഴിച്ചത്. ഇനി നാളെ ഉപയോഗിക്കേണ്ടതാണല്ലോ. പിന്നെ ഞാൻ ചെറുതായിട്ട് ലേറ്റ് ആയിട്ട് ഒരു സ്കിൻ കെയർ ചെയ്യും. എന്റെ വയസ്സ് 24 എന്നിട്ട് കളിക്കുന്നുണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് കള്ള ചെയ്താനി. എന്നാലും എന്റെ ചോദ്യം അതല്ല ഗൈസ്, ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഫസ്റ്റ് ആരാണ് യൂട്യൂബിൽ കൊണ്ടിട്ടത്? അല്ല ആരാണ് അത് കണ്ടുപിടിച്ചത്? അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയും? അത് കഴിഞ്ഞിട്ടാണല്ലോ എല്ലാ ആൾക്കാരും ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിടുന്നത്. ആരാണ് ഈ കോൺസെപ്റ്റ് കണ്ടുപിടിച്ചത്? ആരാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ ഈ വീഡിയോ ഇട്ടത്? ആർക്കെങ്കിലും അറിയും? എനിക്ക് എന്തായാലും അറിയില്ല. ഞാൻ ഒരുപാടൊന്നും ചെയ്യാറില്ല കൈ. കുറച്ച് വൈറ്റമിൻ സി എടുക്കും, ഇതേപോലെ മോന്തയിൽ പൗഡർ ഇടുന്ന പോലെ ഇട്ട് അടിച്ച് തേക്കും. അതിനുശേഷം കുറച്ച് മോയ്സ്ചറൈസർ എടുക്കും, അവിടെ ഇവിടേക്ക് തൊട്ട് തലോടി അതൊന്നും മോത്തിക്ക് ബ്ലെൻഡ് ചെയ്യും. ഇതിൽ കൂടുതലൊന്നും ഞാൻ അധികം ചെയ്യാറൊന്നുമില്ല. ഇത്ര എന്റെ പരിപാടിയുള്ളൂ സ്കിൻ കെയർ. അറ്റ്ലീസ്റ്റ് ഇതെങ്കിൽ ചെയ്താൽ മാത്രമേ സ്കിന്ന് കുറച്ചെങ്കിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്റെ സ്കിൻ കെയർ കഴിഞ്ഞാൽ ഞാൻ സുന്ദരല്ലേ? ഞാൻ സുന്ദരൻ നോക്കി, ഞാൻ സുന്ദരനല്ലേ? ഞാൻ സുന്ദരല്ലേ? സത്യം പറഞ്ഞാൽ സുന്ദര പറടാ. പിന്നെ ഉമ്മ നേരത്തെ കോഴി വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പൈസയൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. കോഴി മാത്രം വേണമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. അങ്ങനെ ഞാൻ വണ്ടിന്റെ ചാവ എടുത്ത് പുറത്ത് കഴിഞ്ഞ് എന്റെ വണ്ടി കുറച്ച് ദിവസമായി എടുത്തിട്ട് ഗൈസ്. ഞാൻ കണ്ട ഗൈസ് വണ്ടിയൊക്കെ ഇതേപോലെ പൊത്തേക്കും. ഞാൻ ഭയങ്കര സൂപ്പറാണ്. ഈ വണ്ടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഈ വണ്ടിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹെൽമെറ്റ് എല്ലാം ഇട്ട് വണ്ടി ഓണാക്കി ചാർജ് ഉണ്ടോ നോക്കുകയാണ്. 108 കിലോമീറ്റർ ഈ വണ്ടി എന്നും പോകും. ഞാൻ ആകെ 452 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി എടുത്തിട്ട് ഓടിയിട്ടുള്ളൂ. അങ്ങനെ ഈ കുണ്ടും കുഴിയും ഉള്ള റോട്ടിൽ കൂടെ ഞാൻ കോഴി മായ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് കണ്ട ഗൈസ്, ഈ കൊളക്കോയി റോട്ടുമ്മ കൂടെ മാത്രമേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. കണ്ട ഞാൻ വണ്ടി കൊണ്ടുപോകുമ്പോൾ റോട്ടുമ്മ നിൽക്കുന്നു, പിന്നെയും മുന്നോട്ട് പോകുന്നു, പിന്നെയും പോകുന്നു, അവിടെ നിൽക്കുന്നു, പിന്നെയും മുന്നോട്ട് പോകുന്നു, പിന്നെയും പോകുന്നു. ഈ കൊളക്കോയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ട്. അങ്ങനെ ഞാൻ നമ്മുടെ കോഴിപ്പീടി എന്റെ മുന്നിൽ എത്തി ഗൈസ്. പക്ഷെ എനിക്ക് വീട്ടെടുക്ക ഒരു മടി. ഓൻ അവിടെ കുത്തിട്ട് നോക്കുന്നുണ്ട്, ഒരു ഭീകരമായ നോട്ടം. പിന്നെ എന്റെ അവിടെ പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴി മാത്രം മതി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് പറഞ്ഞത്. പുറത്തു പോകുന്നെന്ന് അറിയുന്നപ്പോഴത്തേക്കും ഈ നാട്ടിലില്ലാത്ത സാധനം മൊത്തം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് വലിയ ലീസ്റ്റിംഗ് തന്നിട്ടുണ്ട്. ഇതാണ് എന്റെ മദർ തെരേസന്റെ പ്രശ്നം. അങ്ങനെ കോഴി മായിച്ച് പച്ചക്കറി മായിച്ച് വണ്ടി ഓണാക്കിയിട്ട് പിന്നെ എന്തെല്ലോ മരുന്നും സാധനമെല്ലാം വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഗുളികേന്റെ ഷീട്ടൊക്കെ തന്നിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കുറെ ആളുകൾ നോക്കി അയാൾ എന്തെല്ലാം കൊണക്കുന്നുണ്ട്. ചിക്കൻ വണ്ടിയിൽ തൂക്കിയിട്ടായിരുന്നു. വല്ല നായ എങ്ങനെ കടിച്ചുകൊണ്ടുവന്നുണ്ട്. ഇടക്കിടക്ക് ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാ സാധനം കിട്ടി നേരെ വണ്ടിയും കൊണ്ടുപോയി ഒരക്കത്തി നോക്കുമ്പോൾ ഏതോ കള്ള ചെയ്ത്താൻ ഗേറ്റ് കൂട്ടിട്ട് ഇനിയായി വണ്ടിയുമെന്നെല്ലാം കീരി ഗേറ്റെല്ലാം തുറന്ന് പിന്നെ ഞാൻ വണ്ടിയുമെല്ലാം കയറി വണ്ടി എടുത്ത് ഉള്ളിൽ കയറ്റി പിന്നെ ഗേറ്റെല്ലാം പൂട്ടി കഷ്ടപ്പാടാണ്. അങ്ങനെ വണ്ടിയിലുള്ള എല്ലാ കുണ്ടാ വണ്ടി എടുത്ത് പുറത്തിട്ട് ഹെൽമെറ്റ് ഒന്ന് കഴിച്ച് നല്ല സമാധാനം, നല്ല കാറ്റ് പോകുന്നു. തളർന്നു കഴിച്ച് തളർന്നു. പിന്നെ ഞാൻ എന്റെ വണ്ടിയൊക്കെ പൊത്തി വെച്ച്. ഞാൻ ഈ വണ്ടി പൊത്തി വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂച്ച
പൂച്ച സാറിന് ശല്യം ഉണ്ട് ഗൈസ്. അപ്പോൾ വന്ന് സീറ്റുമ്പോൾ നല്ല പണി പണിഞ്ഞു തരും. അതെല്ലാം കൊടുത്ത് സമാധാനത്തെ റൂമിൽ വന്നിട്ട് ഇനി ഫാൻ ഇട്ട് കുറച്ച് സമയം കാറ്റുള്ളതെന്ന് വിചാരിച്ചപ്പോഴാണ് നേരത്തെ സംശയത്തിന്റെ പേരിൽ ഇരുന്ന ആ അപ്പിക്കൂട്ടം പെട്ടെന്ന് മുട്ടിയത്. പിന്നെ ഒന്നും നോക്കില്ല ഗൈസ്, കീശിലുള്ള സാധനം എടുത്ത് പുറത്തിട്ട് കുണ്ടി പിടിച്ച് നേരെ കക്കൂസിലേക്ക് ഒറ്റ ഓട്ടോടി. എക്സ്ക്യൂസ് മീ, കക്കൂസി പോകുന്നത് കാണിക്കാൻ പറ്റില്ല കേട്ടാ. എല്ലാത്തിന്റെ മറ്റേ ചാനലിൽ മൊത്തം അലാക്കായിട്ടാണ് ഞാൻ ഇപ്പൊ പുതിയ ചാനൽ തുടങ്ങിയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇതിലും കൂടി സ്ട്രൈക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോയി തണ്ടേണ്ടി വരും. ഇങ്ങനെ വയറ്റിലുള്ള ലോഡൊന്ന് ഫുള്ളായിട്ട് ഇറക്കിയ സമാധാനത്തിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ഈ വയറ്റിലുള്ളത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സുഖാന്നറിയോ? സൂപ്പറാ. അപ്പോഴത്തേക്ക് പുരക്കത്തെ 2 കുരിപ്പുകളുണ്ട്. ഇത് 2 സ്കൂളും വിട്ട് വന്നു. ഇത് രണ്ടും ഇനി ഇവിടെ കിടന്ന് ഒറ്റപ്പാടാക്കി കുലുമാലാക്കി ലങ്കയും മറിക്കും ഗൈസ്. എൻ്റെ ഇക്കാക്കനെ വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഗൈസ് എൻ്റെ വണ്ടി. ഇവിടെ വേറൊരു ഇലക്ട്രിക് വണ്ടിയും കൂടി എൻ്റെ ഇക്കാക്കിൻ്റെ ഉണ്ട്, iQube TVSൻ്റെ. ഇതിന് കിലോമീറ്റേഴ്സ് കുറവാണ്, 72 എങ്ങാനും തോന്നുന്നു, 75 എങ്ങാനും. എൻ്റെ 125 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെടുക്കാണ്ട് അതെടുത്തത്. പക്ഷേ ഈ വണ്ടി അടിപൊളിയാണ് ഗൈസ്, അത് കിലോമീറ്റർ കൂടുതലുള്ളതുകൊണ്ട് എടുത്തതാണ്. ഓക്കെ 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 ഓക്കെ. പിന്നെ അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കോഴി വരെ നല്ലോണം കണലിട്ട് മുരിച്ച് പൊരിച്ച് മസാല കൂട്ടി പൊരിക്കുന്നുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ എന്താ രസം. അങ്ങ് കൈയിട്ട് വാരി തിന്നാലോ എന്ന് വെച്ചു. ഇനി കൈ പൊള്ളിയിട്ട് കയ്യിൽ എന്നെ കൊണ്ട് ഹോസ്പിറ്റൽ പാട്ടെടുത്തു. ഇനിയാണ് ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് കിടക്കുന്നത്. ഇപ്പം തന്നെ ഏകദേശം 12 മണിലും കഴിഞ്ഞ് 1 മണി ആകാനായിട്ട് ഞാൻ ഇനി ഗെയിം റെക്കോർഡ് ചെയ്താലോ എന്ന് ചോദിച്ചു എൻ്റെ ഗെയിമിംഗ് ചാനലിലേക്ക് വേണ്ടിയിട്ട്. അതിനുള്ള പരിപാടിയാണ് ചെയ്യാൻ വന്നത്. ദിസ് ഈസ് ഫോർ യു. അങ്ങനെ എൻ്റെ PC എല്ലാം മുതലൊന്ന് ഓണായി വന്ന് ഇതിലാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ഇതിലാണ് ഞാൻ ഗെയിം കളിക്കുന്നത്. ഇതെൻ്റെ PC. ലൈറ്റ് അടിച്ചിട്ടൊരു തേങ്ങയും കാണുന്നില്ല. ഇതൊരു ഗെയിമാണ് ഗൈസ്. ഞാനിത് റെക്കോർഡ് ചെയ്താലോ വിചാരിക്കും. സോ ഇത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് നൈറ്റേക്ക് എനിക്ക് പബ്ലിക് ചെയ്യണം. ഞാൻ മെയിൻ ചാനലിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗെയിമിംഗ് ചാനലിൽ വീഡിയോ ഇടാനോ റെക്കോർഡ് ചെയ്യാനോ ചെയ്യാറില്ല. രണ്ടും ഒരേ സമയത്ത് നടക്കില്ല ഗൈസ്. ഭയങ്കര ടാസ്ക്കാണ് ഈ എഡിറ്റിംഗ് റെക്കോർഡൊക്കെ. അതുകൊണ്ട് ഇന്ന് മെയിൻ ചാനലിൽ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗെയിമിംഗ് ചാനൽ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇന്ന് തന്നെ എനിക്കത് പോസ്റ്റ് ചെയ്യും വേണം. അപ്പോൾ ഗൈസ് വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സമയം കുറേ ഗൈസ്. ഇത് മൊത്തം റെക്കോർഡായി കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ആവാനായി ഗൈസ്. പിന്നെ എൻ്റെ കോഴി പൊരിച്ചവിടെ പൊരിഞ്ഞിട്ട് അതാരെങ്കിലും എടുത്ത് തിന്നിട്ടുണ്ട് ടെൻഷനിലേക്ക് ഈ നോടി. ഭാഗ്യം എൻ്റെ ചിക്കൻ ആരും തിന്നിട്ടില്ല. ഒരൊക്കെ നല്ല നെയ്ച്ചോറ് കോഴി പൊരിച്ച് പരിപ്പ് കറിയാണ് ഗൈസ്. ഐ റിയലി ലവ് ഇറ്റ് ഗൈസ്. ഐ ലവ് ദിസ് കോമ്പിനേഷൻ. കുറച്ച് പരിപ്പ് ഇങ്ങനെ എടുക്കാം. ഇത് ആ ചിക്കനില്ലേ, ആ ചിക്കൻ ഒരു കഷ്ണം, കുറച്ച് പരിപ്പ് ഉണ്ടാക്കിയിട്ട് ആ ചിക്കൻ ഒരു കഷ്ണം ഇങ്ങനെ എടുത്ത് ആ പരിപ്പ് നെയ്ച്ചോറിൽ ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ വയറ് നേറിനാൽ പിന്നെ എല്ലിക്കുത്തെന്ന് പറയത്തില്ലേ, അതേപോലെ തന്നെ പല്ലി കുത്തിയിട്ട് വരുന്നതാണ്. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കുത്തിയിട്ട് ആലോചിക്കുക എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ട് പിന്നെ മുകളിലോട്ട് ഫാൻ ഇറങ്ങുന്നത് നോക്കുന്നതാണ് ഗൈസ്. പിന്നെ കുറച്ച് നേരം ഇൻസ്റ്റാഗ്രാമിൽ കുത്തി തോണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടി റീൽസൊക്കെ കണ്ട് കൊണക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തിനാ കൊണക്കുന്നത് എനിക്കറിയില്ല. ഇൻസ്റ്റാഗ്രാമിൽ എന്തെല്ലാം വീഡിയോ ഉണ്ട് കൊണക്കമാണ്. പിന്നെ നമുക്ക് കുറേ സമയം ഇരുന്ന് കൊണക്കാൻ പറ്റത്തില്ല. നേരത്തെ എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഗെയിമിംഗ് ചാനലിലുള്ള വീഡിയോ ആണ് ഗൈസ്. അങ്ങനെ അത് എഡിറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ PC മൊത്തത്തിൽ ബ്ലാക്ക് ആയി ഗൈസ്. വീഡിയോ മൊത്തം കട്ട് ചെയ്ത് റെൻഡർ കൊടുത്താണ് ഗൈസ്. മൊത്തത്തിൽ അത് ഹാങ് ആയി പോയതാണ്. സോ ഞാനത് റീസ്റ്റാർട്ടൊക്കെ ചെയ്തപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ പിന്നെ എൻ്റെ വീഡിയോ കട്ട് ചെയ്ത് മൊത്തം എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഇത് എക്സ്പോർട്ട് ചെയ്യാൻ തന്നെ കുറേ സമയം പോകണം. ഇനി അത് കഴിഞ്ഞിട്ട് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി അതിന് വേറെ സമയം വേണം. ഏകദേശം 1, 2, 3 മണിക്കൂറിൻ്റെ പരിപാടിയാണ് ഗൈസ്. ഇതൊക്കെ ഏകദേശം തീരുമ്പോൾ തന്നെ എൻ്റെ സമയം ഏകദേശം ഒരു 5, 6 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മെല്ലെ ടയർഡായി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇതെന്തായാലും ഇത്ര സമയം എടുക്കണമല്ലോ. പിന്നെ അതിൻ്റെ തമ്പനെയിൽ ഉണ്ടാക്കി കളയാന്ന് വെച്ചിട്ട് ഞാൻ ഈ ഫോണിലാണ് സാധാരണ തമ്പനെയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആ തമ്പനെയിൽ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എനിക്ക് നല്ല ഉറക്കം വന്ന് ക്ഷീണമെല്ലാം വന്ന് കടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ച് മെല്ലെ ഇങ്ങനെ ഞെളിഞ്ഞ് ഇതെന്തായാലും ആവാൻ കുറേ സമയം എടുക്കും. എന്നും 66% മാത്രമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ പിന്നെ ലൈറ്റെല്ലാം ഓഫാക്കി കുറച്ച് ഞാൻ കടന്ന് ഉറങ്ങാന്നുള്ള രീതിയിൽ കിടന്നതാണ്. ആ ബോധം കടല് പിന്നെ ഞാൻ എണീച്ച 7 മണിക്കാണ് ഗൈസ്. രാത്രി 7, 7:30. പിന്നെ ഇതേപോലെ എണീച്ച ഒരു ഇരുത്തിയിരുന്നു. ഇത് ബഹിരാകാശത്താണോ ചന്ദ്രനിലാണോ അല്ലെങ്കിൽ വല്ല ഭൂമിയിലാണോ തിരിയാത്ത അവസ്ഥയാണ് ഗൈസ്. ഈ വൈകുന്നേരം ഒന്ന് ഉറങ്ങി എണീച്ചുള്ള അവസ്ഥ. ഇത് കുറച്ച് സമയം നീണ്ടുപോയി. ഈ കിളി പോയിട്ട് കിളി വരുന്നേ ഇല്ല. പോയ കിളി എവിടെയോ പോയ ഒരേ പോക്കാണ് ഗൈസ്. വന്നിട്ടേ ഇല്ല കിളി. അങ്ങനെ താഴത്തെല്ലാം പോയി മോന്തെല്ലാം കൈ കുറച്ചൊന്ന് ഉഷാറായി ഞാൻ പിന്നെയും തിരിച്ചെൻ്റെ റൂമിലേക്ക് വന്ന് മോന്തെല്ലാം ഒന്ന് മൊത്തത്തിൽ തുണിയെല്ലാം ഇട്ട് തോത്തി പിന്നെ ഒരുമാതിരി കോലത്തിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ചെറിയ തരിപ്പിലായി. എനിക്ക് പിന്നെ ഗൈസ് ഈ ഉറങ്ങി എണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം തിന്നണം എന്നുള്ള ഒരു ഇതുണ്ട്. ത്വര എനിക്ക് മാത്രമുള്ളതാണോ
തിന്നണോന്ന് അറിയത്തില്ല. മധുരമുള്ള എന്തെങ്കിലും തിന്നണോ അതൊരു ത്വരയാണ്. ഇനി എനിക്ക് മടി പിടിച്ച് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇനി എനിക്ക് തിന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതായി. പിന്നെ ഒറ്റ മൈൻഡ് സെറ്റ്, വണ്ടിന് ചാവി എടുത്ത് നേരെ വണ്ടി ഓണാക്കിയിട്ട് ഒരൊറ്റ പോക്ക്, ഒരൊറ്റ മൈൻഡ് സെറ്റ്, പോകുന്നു, വാങ്ങുന്നു, തിന്നുന്നു. ഐസ്ക്രീം വാങ്ങിക്കാന്നാണ് എന്റെ തീരുമാനം. അങ്ങനെ സാധാരണ ഞാൻ വാങ്ങിക്കുന്ന ഒരു പീടിയാണ് ഈ പീടിയ. ഇവിടുന്നാണ് മിക്ക ബേക്കറി സാധനങ്ങളെല്ലാം വാങ്ങിക്കൽ. ഇവിടെ ഒരു കുറേ ഐസ്ക്രീം ഉണ്ട്. ഇത് എന്ത് വാങ്ങിക്കുന്നു ഇപ്പൊ മൊത്തത്തിലുള്ള കൺഫ്യൂഷനാണ്. ഞാൻ കോൺ എടുത്താലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ കസാട്ടയാക്കി ഗൈസ്, കസാട്ട. അങ്ങനെ ഞാൻ കസാട്ട എടുത്ത് പിന്നെ 5-6 ചോക്കോബാർ എടുത്ത് പിന്നെ ആളെ നോക്കുമ്പോൾ കുറെ ബോട്ടിലും വെള്ളം കണ്ട് അതിലത്തെ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ട്. എനിക്ക് മിൽക്ക് ഷേക്ക് കൂടി എടുത്താലും എന്ന് വിചാരിച്ച് 35 ഉറുപ്പിക ഞാൻ എൻ്റെ മോനെ അതും വായിച്ച് ഞാൻ പിന്നെ തിരിച്ച് പുരക്കേക്ക് മടങ്ങി. എന്തായാലും ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചത് പുരക്കുള്ള 2 കുരിപ്പുകൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ അങ്ങ് വാങ്ങിച്ചു. ഐസ്ക്രീം ആണോ വേമ്പാ അല്ല താഴത്തതാ. ഫസ്നാക്ക് കൊടുക്ക്, അത് ഉപ്പുമാക്കും, കഴിഞ്ഞു പൊക്കോ. കയ്യിലുള്ളത് പോരായിട്ടാണോന്ന് അറിയത്തില്ല, കവറിലുള്ളത് നോക്കുന്നുണ്ട് കള്ള ഇബിലീസ്. അതിന് ഇവർക്കല്ല 5 ഉറുപ്പിനെ ചൊക്കോബാറും കൊടുത്തിട്ട് ഞാൻ 45 ഉറുപ്പിനെ കാസാട്ട ഒറ്റക്ക് മോന്താൻ തുടങ്ങി. നല്ലോണം കൊതിപ്പിച്ചിട്ട് ഇതൊരു മനസ്സുഖാണ്, ഇതെന്റെ വേറെ തന്നെ ഒരു മനസ്സുഖാണ്. നിങ്ങളെ ചോക്കോബാറെല്ലാം തിന്നാ മതി, നിങ്ങളെ ചെറിയ കുട്ടികളാണ്, നിങ്ങളെ ചെറിയ കുട്ടികളാ. അത് തട്ടരുത്, ഫോണ് വീണ് കൊടുക്ക. ഇല്ല തരൂല, ഇല്ല തരൂല, ഇതെൻ്റെതാ, അത് നിങ്ങളത്, ഇതെൻ്റെത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ് എന്നെല്ലാം പറഞ്ഞു. ഈ കാര്യത്തിൽ ഞാൻ പരമ ചെറ്റാണ് ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഒരു തുള്ളി പോലും കൊടുക്കാണ്ട് ഞാൻ എൻ്റെ കസാട്ട മൊത്തത്തിൽ ഇവന്മാരെ മുമ്പ് തന്നെ നാക്കി 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 കൊതിപ്പിച്ച് തിന്നോണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ ആ മിൽക്ക് ഷേക്ക് ഞാൻ കാണാണ്ട് എങ്ങനെയല്ലോ ഒളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു. അല്ലേ അത് കണ്ടിട്ടുണ്ട്, അതും വേണമെന്ന് പറയും. ഇവന്മാർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല. പിന്നെ ആ മിൽക്ക് ഷേക്ക് മൂഞ്ചിട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ തോണ്ടാൻ തുടങ്ങി. ഇങ്ങനെ തോണ്ടി 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 കൊത്തിരിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മിൽക്ക് ഷേക്ക് തീർന്നു. ആ ദേഷ്യം കൊണ്ടാന്ന് അറിയത്തില്ല, ഞാൻ പീഞ്ഞി പീഞ്ഞി നക്കി നക്കി ഊറ്റുന്നുണ്ടായിരുന്നു. അതിന്റെ സ്ട്രോ പോലും ഞാൻ വെറുതെ വിട്ടിക്കില്ല. ഞാൻ ഇത് ഏച്ചാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഗെയിം കളിക്കാൻ തുടങ്ങി. ഈ ഒരു സമയത്താണ് ഞാൻ കുത്തിറിഞ്ഞ് ഗെയിം കളിക്കുക. ഗെയിം എന്തിനാ കളിക്കുന്നതെന്ന് വെച്ചാൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയി ഒന്ന് സമാധാനമാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഈ ഗെയിം കളിച്ചിട്ട് മുള്ളേലും കൂടി സ്ട്രെസ്സാണ്. ഇതിലുള്ള ആൾക്കാർ മൊത്തം ദൂര വെടി വെച്ചാൽ എൻ്റെ ആണ്ടാൻ പേരെ കീറി കഴിച്ച് ബോബെല്ലാം ഇട്ടിട്ട് പാണ്ടാരടങ്ങാനായിട്ട് എനിക്ക് മതിയായി. എനിക്ക് പിന്നെ പൂതി മാറി. അങ്ങനെ പിന്നെ എനിക്ക് ബെസ്ക്കാൻ തുടങ്ങി. എനിക്ക് മോന്തിയായി പിന്നെ ബെസ്ക്കാൻ തുടങ്ങി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിൽ കള്ളനെ പോലെ കിച്ചണിൽ കയറി തപ്പുന്നേരം അതിന് ഉച്ചക്കത്തെ നെയ്ച്ചോറും പരിപ്പ് കറിയും കണ്ടത്. പിന്നെ അത് തിന്നാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഉച്ചക്കത്തെ നെയ്ച്ചോറും അങ്ങ് പരിപ്പ് കറിൻ്റെ ഒപ്പം ആ കോഴി പൊരിച്ചില്ലായിരുന്നു. അതാരല്ലോ വന്ന് തിന്ന് തീർത്താ. ഞാൻ അതിൻ്റെ സങ്കടമാണ് എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനുള്ളത്. പിന്നെ ഉള്ളത് വെച്ചിട്ട് ഓണം എന്നുള്ള രീതിയിൽ അങ്ങ് തിന്നാന്നല്ലാണ്ട് അതും ആസ്വദിച്ച് തിന്നുന്നുണ്ടായിരുന്നു. ഇവന്മാർക്ക് പിന്നെ ഉറക്കൊന്നുമില്ല, ഫുൾ ടൈം ഫുൾ എനർജിയാണ്. അതാ എനിക്ക് മനസ്സിലാവും. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് പിന്നെ കമ്പ്യൂട്ടർ ഓണാക്കി. ഞാൻ ഈ മലയാളം മൂവീസും കാര്യങ്ങളൊന്നും കാണാറില്ല. എനിക്ക് ഈ സ്ലോ മോഷനും ഡയലോഗ്സ് ഒന്നും അത്രയും. ഞാൻ കൂടുതൽ ഈ എനിമയും കേഡ്രാമയും കാര്യങ്ങളൊക്കെയാണ് കാണാറുള്ളത്. അങ്ങനെ ഞാനിപ്പോൾ റീസെൻ്റ്ലി കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കേഡ്രാമയാണ് ഗൈസ് ഇത്. ഇതിപ്പോൾ ഏകദേശം ഞാൻ കുറച്ച് എപ്പിസോഡൊക്കെ കണ്ട് തീർത്ത് 5-6 എപ്പിസോഡ് ഞാൻ കണ്ട് തീർത്ത്. പിന്നെ അതിൻ്റെ ബാക്കി കണ്ടാലോ എന്ന് വിചാരിച്ച് ഞാൻ അത് കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഇതിൽ പിന്നെ എല്ലാ പുതിയ ഇറങ്ങുന്ന മൂവി സീരീസും വരുന്നതുകൊണ്ട് ഒരു സമാധാനമാണ്. അങ്ങനെ അത് കുത്തിയിരുന്ന് കാണാൻ തുടങ്ങി. ഈ കേഡ്രാമേൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ തുടങ്ങി പിന്നെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ അടിച്ചാവും. അത് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു സംഭവം അറിയത്തുള്ളൂ. അങ്ങനെ ഇത് കണ്ട് ഞാൻ സമയം നോക്കുമ്പോൾ 12-1 മണിയാവാനായി. പിന്നെ ഞാൻ അധികം ലേറ്റ് ആക്കാറില്ല ഗൈസ്, വേഗം കിടന്ന് ഉറങ്ങാറുണ്ട്. പിന്നെ ഉറക്കെല്ലാം വന്ന് പിന്നെ അതെല്ലാം ഓഫാക്കി കെട്ടി പൂട്ടി വെച്ച് നേരെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഒറ്റ കിടത്തം കഴിഞ്ഞ്. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത എന്തെങ്കിലും കണ്ടന്റും കാര്യങ്ങളും ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ.